സന്ദേശത്തിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഹെറോദോസ് രാജാവിനെ കുറിച്ചാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങളിൽ ഹെറോദോസ് രാജാവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയിൽ അവതാരം ചെയ്ത രക്ഷകനെ ദർശിക്കാനായി കിഴക്കു നിന്ന് താരകത്തെ അനുഗമിച്ചു വന്ന ജ്ഞാനികൾ എത്തിപ്പെട്ടത് യഹൂദ ഭരണാധികാരിയായ ഹെറോദോസ് രാജാവിന്റെ മുന്നിലായിരുന്നു. എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എന്ന ചോദ്യം കേട്ട് അസ്വസ്ഥനായ അദ്ദേഹം എങ്ങനെയെങ്കിലും ഉണ്ണീശോയെ വധിക്കാൻ തീരുമാനിച്ചു. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ രാജാവ് കുഞ്ഞി പൈതങ്ങളെ കൊന്നൊടുക്കുന്നതിലും മുന്നിട്ട് നിന്നു. എന്നാൽ പിതാവായ ദൈവം മനുഷ്യ രക്ഷയ്ക്കാൻ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ഉണ്ണീശോയെ ഒന്ന് തൊടാൻ പോലും രാജാവിന് സാധിച്ചില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യ ചിന്തകൾക്ക് അതീതമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതികളുണ്ട്. അക്രമവും അനീതിയും നിറഞ്ഞ ഈ ഇരുണ്ട ലോകത്ത് ക്രിസ്തുമസിന് പുത്തൻ പ്രകാശം നമ്മളെ വഴി നടത്തട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ പ്രാർത്ഥന മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.